ഗൈസ്, എന്ത് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ഫാഷൻ ഷോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂമിങ് സെഷൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ വീഡിയോ. 2-3 ദിവസം കഴിഞ്ഞിട്ട് അക്കാഫിൻ്റെ 2025 ഒരു കിഡ്സ് ഫാഷൻ ഷോ വരുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളാരും മത്സരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ അക്കാഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കിഡ്സിൻ്റെ ഫാഷൻ ഷോന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഗ്രൂമിങ് സെഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കുറേ പീക്കിരി പിള്ളേരുണ്ട്. അതിൽ എനിക്കൊന്ന് ഏറ്റവും ഇളയത് കുഞ്ഞിപ്പെണ്ണാന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ചെസ്റ്റ് നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കാണുന്ന പോലെ തന്നെ അവർ പ്രത്യേകിച്ച് സഹകരിച്ചിട്ടൊന്നുമില്ല. അവൾ അവളേതായ രീതിയിൽ കളിക്കുന്നുണ്ടായി. പക്ഷേ കയറിയതൊരു കാര്യമില്ല. അതുകൊണ്ട് അവളെ വഴിക്ക് വിട്ടിട്ടുണ്ടായി. അതുകൊണ്ട് അവളങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അവരോട് കളിച്ചിട്ട് ഇങ്ങ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനും അതേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് അവൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായമായിട്ടുള്ള കുറേ നല്ല കുട്ടികളുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മോളെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്റ്റേജിൽ എന്താവുന്ന ദൈവത്തിന് അറിയാം. അവൾ ആ ഒരു സ്റ്റേജിൽ ക്രൗഡിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഒക്കെ കുറച്ച് ബിൽഡാക്കട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്ന് സാറാ സെൻറ്ററിലേക്ക് പോയി. അപ്പോൾ അവിടെ കില്ലിങ് ഓഫർ ഗൈസ്, ഒന്നും രക്ഷയില്ല. ക്രോസ് ബോൻ്റെ ഷൂവും ചെറുപ്പിനെ കൂടുതലും ഓഫറായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കുഞ്ഞിപ്പെണ്ണിനൊരു ചെറിയൊരു ഷൂസ് എടുത്തു, ഞാനൊരു ഷൂസ് എടുത്തു, പിന്നെ അച്ചു ഒരു ചെരുപ്പ് എടുത്തു, ചേച്ചി ഒരു ഷൂസ് എടുത്തു. ഇതാണ് കുഞ്ഞിപ്പെണ്ണിനെടുത്ത ഷൂസ്. 9 ദിറംസേ ഉള്ളൂ കേട്ടോ. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സാധനം. അവിടെ നിന്ന് തന്നെ അപ്പോൾ അവൾക്ക് നിർബന്ധിച്ചിട്ട് അത് ഇടിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞാനൊരു ഷൂസാണ് എടുത്തത്. ഇതൊക്കെ കണ്ടോ, നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ചുവിന് ഒരു ബാഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ബാഗ് എടുക്കാൻ വേണ്ടി ആൽഡോയിലൊന്ന് കയറി. അവിടുന്ന് അത്യാവശ്യം നല്ലൊരു ബാഗും കിട്ടി. അവിടെയും അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു. ആൽഡോ യൂസ് ചെയ്യുന്നവർക്കറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. വലിയ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് ഒന്നും തിന്നാൻ കൊടുക്കാത്ത മാതിരി അവിടുത്തെ ആൽഡോൻ്റെ ബാഗൊക്കെ എടുത്ത് കടിച്ച് തന്നുന്നുണ്ട്. എൻ്റെ ഒന്ന് 2 തെറി കിട്ടിയാൽ പിന്നെ കുറച്ചൊന്നും അടക്കും. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ മെയിൻ വിശേഷം. ഒരു 6 മണിയാകുമ്പോൾ വീട്ടിലെത്തി. പിന്നെ അതിനുശേഷം ഞാൻ ജിമ്മിൽ പോയി. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ ഗൈസ്.